പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അതേ പ്രിയരെ, ദൈവം ഒരുവനെ ഉയർത്തുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. യോസഫിന്റെ ജീവിതത്തിൽ ഇതാ അനേക പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ സമയത്ത്, തക്ക സമയത്ത് കർത്താവ് അവനെ കരം പിടിച്ചുയർത്തുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാന്യതയിലേക്ക് ദൈവനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതേ പ്രിയരെ, ദൈവാത്മാവുള്ള മനുഷ്യനായി, വ്യത്യസ്തനായി നിന്നവന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ ഈ നാളുകളിൽ കർത്താവിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുന്നവർക്ക് വേണ്ടി, വ്യത്യസ്തനായി നിൽക്കുന്നവർക്ക് വേണ്ടി ഇത് സർവശക്തനായ ദൈവം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഉയർത്തിക്കൊണ്ടുവരുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയെന്ന് പറഞ്ഞാലും, താഴ്ചയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയെന്ന് പറഞ്ഞാലും, തക്ക സമയത്ത് ലോകം പറയുന്നതല്ല, ദേശം പറയുന്നതല്ല, അതെ നമ്മുടെ ചിന്തകൾക്കപ്പുറമായാണ് ദൈവം ഒരുവനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കേവലം ഒരു മുക്കുവനായിരുന്ന പത്രോസിനെ കർത്താവിന്റെ നാവാക്കി തീർത്തുവെങ്കിൽ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അത് ഈ ദിവസങ്ങളിൽ കർത്താവിനാൽ നിങ്ങൾ മാനിക്കപ്പെടുകയാണ്. ദൈവനാമ മഹത്വത്തിനായി നിങ്ങൾ പ്രയോജനപ്പെടുകയാണ്. ഏതെല്ലാം വാതിലുകളും വഴികളും നിങ്ങളുടെ മുൻപിൽ അടയപ്പെട്ടാലും തക്ക സമയത്ത് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ചേറ്റുകുഴിയിൽ താണുപോകാതെ, വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് താണുപോകാതെ, അവിടെ നിന്ന് ജീവിതത്തിന്റെ എല്ലാ താഴ്ചയുടെ അനുഭവത്തിൽ നിന്നും സർവശക്തനായ ദൈവം ഈ നാളുകളിൽ അതേ ശക്തിയോടെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്ക് നടുവിലും ഒരു വലിയ മാന്യത സർവശക്തനായ ദൈവം നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവന്ന് നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.